അപ്പൊ ഞാൻ ഒരിക്കലും കോളേജിലെ പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്, വാസ്കോഡിഗാമെ സംസ്കരിച്ച സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ ചെയ്യില്ല. ഇവിടെ ചെന്നാ മതി. അപ്പൊ ഈ നമ്മുടെ തൊട്ടടുത്തുള്ളതിനെ കാണാതെയാണ് നമ്മൾ. ഓഹോ, അങ്ങനൊന്നുണ്ടോ? പോയി കാണണമല്ലോ. ചുമ്മാ പോയിട്ട് വരാം. ഈ കാണുന്ന കേട്ടോ 500 വർഷം പഴക്കമുള്ള സെന്റ് ഫ്രാൻസിസ് CSI ചർച്ച്. യൂറോപ്യൻസ് ആദ്യമായി ഇന്ത്യയിൽ പണികഴിപ്പിച്ച ചർച്ചും ഇത് തന്നെയാണ്. നേരെ വരുമ്പോഴേ ഉച്ചമയക്കത്തിലിരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടനെയും കുറച്ചങ്ങ് നീങ്ങി ലെഫ്റ്റ് സൈഡിൽ കുറച്ചെന്തോ പേപ്പർ കാര്യമായി നോക്കുന്ന വേറൊരു ചേട്ടനെയും കാണും. ആ ചേട്ടനെ ഞാൻ എടുത്തു പറയാൻ കാണുന്നുണ്ട് കേട്ടോ. അത് വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ കാണുന്ന കേട്ടോ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫാൻ. ആധുനികവൽക്കരണം എത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഇവരിപ്പോഴും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്താട്ടോ വാസ്കോ ഡ ഗാമ എന്ന ഗ്രീക്ക് നാവിഗേറ്ററിനെ അടക്കം ചെയ്ത സ്ഥലം. എനിക്കറിയില്ല ഇത് എത്രത്തോളം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും എന്നുള്ളത്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. 1524 ഒരു ക്രിസ്മസ് വൈകുന്നേരമാണ് ഇദ്ദേഹം മരിച്ചതെന്നും മരിച്ച 14 വർഷത്തോളം അദ്ദേഹത്തിന്റെ മൃതശരീരം ഇവിടെ സൂക്ഷിച്ചിരുന്നുവെന്നും പിന്നീട് അത് അദ്ദേഹത്തിന്റെ ജന്മനാടായ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് അതിലെഴുതിയിരിക്കുന്നത്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ സ്ഥലമാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസും ഷോർട്സും ഒക്കെ എടുക്കാന്ന് കരുതി ആ പരിപാടി നല്ല തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വെളിപ്പാടുണ്ടാവുന്നത്. ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ ഫോൺ എവിടെയോ ആ ചർച്ചിൽ വെച്ച് മറന്നു എന്നുള്ളത്. പിന്നെ നിന്നും നടന്നും ഒക്കെ പോസ് ചെയ്ത സ്ഥലത്ത് പോയി അന്വേഷിച്ചെങ്കിലും ഫോൺ കിട്ടില്ല. സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു നിന്ന സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ചേട്ടനെ പറ്റി, ഒരു പേപ്പർ ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ചേട്ടൻ. ആ ചേട്ടൻ്റെ അടുത്ത് പോയി അന്വേഷിക്കാം എന്ന് കരുതിയത്. എന്തായാലും സാധനം അവിടെ ഇരിപ്പുണ്ടായി. ആരോ മറന്നു വെച്ചതാ എന്നും പറഞ്ഞ് ഒരു ഫോറിൻ ലേഡി പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു. ഫോൺ കിട്ടിയ ആശ്വാസത്തിൽ തിരിച്ചു പോരാൻ നിന്ന് എന്നെ തിരിച്ചു വിളിച്ച് 2-3 ഉപദേശം തന്നിട്ടാ പുള്ളിക്കാരൻ എന്നെ വിട്ട്. എന്തായാലും ഫോൺ തിരിച്ചേൽപ്പിക്കാൻ തോന്നിയ ആ ഫോറിൻ ലേഡിയോട് മനസ്സുകൊണ്ട് താങ്ക്സ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു സൈൻ ഓഫ് പറയാനുള്ള പത്രപ്പാടാട്ടോ നിങ്ങളെ കാണുന്നത്. ആ പത്രമുള്ളൂ. ഉടനെ അടുത്ത കണ്ടന്റുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.